നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുവത്തൂർ വിജയ ബാങ്കിൽ വൻ കവർച്ച ചെയ്യപ്പെട്ടത് 4 കോടി രൂപയുടെ സ്വർണം. അന്യായമായ വിജിലൻസ് റെയ്ഡിൽ പ്രതിഷേധം. റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികളുടെ സമരം. സർക്കാർ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യം. ബീഡി തൊഴിലാളികൾ സമരം തുടങ്ങി. മിനിമം കൂലി 500 രൂപയാക്കണം. ജില്ലയിലെ തോട്ടം തൊഴിലാളി മേഖലയിൽ തൊഴിലാളികളുടെ സമരം. വികസന സമാധാന സന്ദേശങ്ങളുയർത്തി BJPയുടെ രാഷ്ട്രീയ പ്രചരണ ജാഥ പ്രയാണം തുടങ്ങി. ബളാൽ പഞ്ചായത്തിലെ കുണ്ടുപള്ളി മലയിൽ ക്വാറി തുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം. മല സംരക്ഷണ സമിതി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട്ടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കെട്ടിടോദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. ചെറുവത്തൂർ വിജയ ബാങ്കിൽ വൻ കവർച്ച. 4 കോടിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള വിജയ ബാങ്ക് ശാഖയിലാണ് നാടിനെ ഞെട്ടിച്ച കവർച്ച നടന്നത്. ബാങ്ക് കെട്ടിടത്തിന്റെ അടിത്തറ തുറന്നാണ് കവർച്ചക്കാർ സ്ട്രോങ് റൂമിലേക്ക് കയറിയത്. ശനിയും ഞായറും അവധിയായതിനാൽ എപ്പോഴാണ് കവർച്ച നടന്നതെന്ന് ചിട്ടപ്പെടുത്താനായിട്ടില്ല. ബാങ്കിന് സമീപത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു കെട്ടിടത്തിന്റെ ചുമരും ബാങ്കിന്റെ ചുമരും തുറന്നാണ് കവർച്ച നടത്തിയിട്ടുള്ളത്. 4 കോടിയോളം രൂപ വില വരുന്ന ആഭരണങ്ങളും ലക്ഷക്കണക്കിന് രൂപയും കൊള്ളയടിക്കപ്പെട്ടുവെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കവർച്ച സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നും അത് സംബന്ധിച്ച് അന്വേഷണം കൂടുതൽ ശക്തമാക്കുമെന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഒരു പ്രാഥമിക നിലത്തിൽ തന്നെ പറയാം. വൈ ബിക്കോസ് ഒരു ചെസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു ചെസ്റ്റ് വളരെ എളുപ്പത്തിൽ ഓപ്പൺ ആയിട്ടുണ്ട്. മീൻസ് 2 കാര്യങ്ങൾ സംഭവിക്കുക. ഒന്നാമത്തേത് ബാങ്ക് അധികൃതർ നിങ്ങൾ പങ്കുണ്ടാൻ നോക്കേണ്ടി വരും. അതില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് എത്ര എളുപ്പത്തിൽ ഒരു ബ്രേക്കിംഗ് ഇല്ലാതെ എങ്ങനെ ഒരു ചെസ്റ്റ് തുറക്കാൻ പറ്റി എന്താണ് ആ ചോദ്യം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് വീഴ്ച ഉണ്ടെന്ന് പറയത്തില്ല. പക്ഷേ ഇങ്ങനെ കുറച്ച് സംശയങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. ചന്ദേര സബ് ഇൻസ്പെക്ടർ M രാജേഷ്, നീലേശ്വരം CI K പ്രേമരാജൻ എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ജില്ലാ പോലീസ് മേധാവി ശ്രീനിവാസ പറഞ്ഞു. ജില്ലയിൽ 1 മാസത്തിനുള്ളിൽ ഇത് 2ാമത്തെ ബാങ്ക് കവർച്ചയാണ് നടക്കുന്നത്. റേഷൻ കടകളിലെ അന്യായമായ വിജിലൻസ് റെയ്ഡിൽ പ്രതിഷേധം. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കടകൾ അടച്ചിട്ടു. റേഷൻ കടകളിൽ വ്യാപാരികളെ അന്യായമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ചാണ് സമരം നടന്നത്. അന്യായമായി നടക്കുന്ന വിജിലൻസ് റെയ്ഡ് അവസാനിപ്പിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. വർദ്ധിപ്പിച്ച കമ്മീഷൻ ഉടൻ നൽകണമെന്നും BPL APL റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടായിരുന്നു സമരം. താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് KP തമ്പാൻ സമരം ഉദ്ഘാടനം ചെയ്തു. പോലീസ് പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ ഇതിനെ പ്രതിഷേധിക്കും. കാരണം ഒരു റേഷൻ വ്യാപാരികൾ റേഷൻ നടത്തുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ്. ഒരു കിൻഡൽ അരിക്ക് നമ്മൾക്ക് കഴിഞ്ഞ സമരകാലത്ത് ഗവൺമെൻറ് പ്രഖ്യാപിച്ച 100 രൂപ കമ്മീഷൻ ഇതുവരെയും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇനിയും തരാൻ വൈകുന്നത് കൊണ്ടാണ് ഒരു പ്രതിഷേധത്തിലൂടെ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന്, കുടിശ്ശികയായി ഇനത്തിൽ 6 മാസത്തെ കമ്മീഷൻ തുക നമ്മൾക്കിപ്പോൾ കുടിശ്ശികയായി കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് കുടിശ്ശിക വിതരണം ചെയ്യണമെന്നും ആവശ്യം ഈ സമരത്തിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നടത്തുന്ന സമരത്തിന് മുമ്പേ താലൂക്ക് പ്രസിഡന്റ് K അശോകൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി N ഗോപി, E രാജൻ, KC രവി, PV സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വികസന സമാധാന സന്ദേശങ്ങളുമായി BJPയുടെ രാഷ്ട്രീയ പ്രചരണ ജാഥ പ്രയാണം തുടങ്ങി. BJP മണ്ഡലം പ്രസിഡന്റ് E കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ജാഥ പര്യടനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രാമങ്ങളുടെ അടിസ്ഥാന വികസനത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് നടത്തിയതെന്ന് BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമ്മാരൻ പറഞ്ഞു. BJP കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പരിവർത്തന യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ താല്പര്യത്തോടുകൂടി നോക്കിക്കാണുകയും ഒരു കോൺഗ്രസ് മുക്ത ഭാരതം, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം, ഈ മുദ്രാവാക്യം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള സഹായങ്ങൾ ജനങ്ങളിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. കോൺഗ്രസ് നമുക്കറിയാലോ, ഈ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ വലിയ കക്ഷിയായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് കേവലം 44 സീറ്റിലേക്ക് ഒതുങ്ങി പാർലമെന്റിനകത്തൊരു മൂലയിലിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
രാജ്യത്തെ 6 ലക്ഷം ഗ്രാമങ്ങളിൽ കുടിവെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും ശുചിമുറിയുടെയും പ്രവർത്തനം നടന്നു വരികയാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു. വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. കൊളവയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. NP രാധാകൃഷ്ണൻ, കോവിൽ ദാമോദരൻ, SK കുട്ടൻ, ശ്രീധരൻ കാരാക്കോട്, അഡ്വക്കേറ്റ് K രാജഗോപാൽ, പ്രേമരാജ് തുടങ്ങിയവർ സംസാരിച്ചു. രവീന്ദ്രൻ മാവുങ്കൽ സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ E കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മിനിമം കൂലി 500 രൂപയാക്കണമെന്ന് ആവശ്യം. തോട്ടം തൊഴിലാളികൾ അനിശ്ചിതകാല സമരം തുടങ്ങി. ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള തോട്ടങ്ങളിലാണ് തൊഴിലാളികൾ സമരം തുടങ്ങിയത്. CITU, AITUC യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് അനിശ്ചിതകാല സമരം നടക്കുന്നത്. ജില്ലയിലെ തോട്ടം മറ്റാവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കുന്നതിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. തോട്ടം മേഖലയിൽ നിലനിൽക്കുന്ന കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക, മിനിമം കൂലി 500 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടക്കുന്നത്. പെർള, ആദൂർ, പെരിയ, മുളിയാർ പ്ലാന്റേഷനുകളിലും ചീമേനി, രാജപുരം NSS എസ്റ്റേറ്റുകളുമാണ് സമരം തുടങ്ങിയത്. AITUC ജില്ലാ സെക്രട്ടറി KV കൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. അപ്പം ഈ സമരത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ഈ സമരത്തിൽ പൊതുവിൽ ഈ തോട്ടം മേഖല അവരുടെ കൂലി, മിനിമം കൂലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം ഈ പറയുന്ന താൽക്കാലികമായി ജോലി ചെയ്യുന്ന, വർഷങ്ങളായി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ ആവശ്യമായ നടപടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ മാനേജ്മെൻറ്റ് സ്വീകരിക്കണം എന്ന ആവശ്യമാണ് ഈ സമരത്തോടൊപ്പം ഉന്നയിക്കുന്നത്. M നാരായണൻ അധ്യക്ഷനായി. KK തമ്പാൻ, രാധാമണി, രവീന്ദ്രൻ, K ഓമനാൻ തുടങ്ങിയവർ സംസാരിച്ചു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കാഞ്ഞങ്ങാടിൻ്റെ കെട്ടിടോദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ 5 വർഷമായി അശരണർക്ക് താങ്ങായി പ്രവർത്തിച്ചു വരുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഉദ്ഘാടനം P കരുണാകരൻ MP നിർവഹിച്ചു. മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ രോഗികൾക്ക് സാന്ത്വനമേകുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് കെട്ടിടം നിർമ്മിച്ചത്. P കരുണാകരൻ MP കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. സാന്ത്വനം എന്ന് പറയുന്നത് രോഗിയെ സംബന്ധിച്ച്, രോഗിയെ നമ്മൾ വിളിക്കേണ്ടതില്ല, ഏതൊരാൾ അവരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കേണ്ട മാനസികമായ ഒരു ശുശ്രൂഷ, സന്തോഷം. പിന്നെ അവർക്ക് ഫിസിക്കലായിട്ടുള്ള ഡിസബിലിറ്റിയോ മറ്റോ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നും ചിലപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആംബുലൻസും മറ്റു കാര്യങ്ങൾ, ആ നിലയിൽ നമ്മുടെ വീടുകളിൽ പോയി ആളുകൾ കണ്ടെത്തി അവരെ ശുശ്രൂഷിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സിസ്റ്റത്തെ അല്ലെങ്കിൽ ചികിത്സാ രീതിയെ കാണേണ്ടത്. ആ നിലയിൽ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ട്, മതസംഘടനകൾ നടത്തുന്നുണ്ട്, പഞ്ചായത്തുകൾ നടത്തുന്നുണ്ട്. E ചന്ദ്രശേഖരൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി സോവനീർ പ്രകാശനം ചെയ്തു. PP ശ്യാമളാദേവിയാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. C കുഞ്ഞിരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ ഉപഹാര സമർപ്പണം നടത്തി. ഭാസ്കരൻ കിനേരി, ശ്രീകണ്ഠൻ നായർ, പ്രഭാകരൻ വാഴുന്നോറടി, ഡോക്ടർ AV ദിനേശൻ, M വിനോദ്, VV രമേശൻ, ഡോക്ടർ KG പൈ, CK വത്സലൻ, KP നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബീഡി വ്യവസായത്തിന്റെ തകർച്ചയ്ക്കിടയാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ബീഡി തൊഴിലാളികൾ പ്രതിഷേധ കാർഡുകൾ അയച്ചു. 14% നികുതി ബീഡിക്ക് ഏർപ്പെടുത്തിയ സർക്കാർ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. ബീഡി വ്യവസായത്തിന്റെ തകർച്ച 10,000ങ്ങളെ പട്ടിണിയിലാക്കുമെന്ന് സമരക്കാർ പറഞ്ഞു. സർക്കാർ നയത്തിനെതിരെ ബീഡി തൊഴിലാളികൾ മുഖ്യമന്ത്രിക്ക് പ്രതിഷേധ കാർഡുകൾ അയച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ആലി ബ്രാഞ്ചിലെ തൊഴിലാളികൾ മടിക്കൈ ഏച്ചിക്കാനം പോസ്റ്റ് ഓഫീസിൽ എത്തിയാണ് കാർഡുകൾ അയച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ K നന്ദിനി അധ്യക്ഷയായി. P കൃഷ്ണൻ, M ബാലകൃഷ്ണൻ, P രമണി തുടങ്ങിയവർ സംസാരിച്ചു. ബീഡി വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നെല്ലിക്കാട് ബ്രാഞ്ചിലെ തൊഴിലാളികൾ ബല്ല പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബീഡി മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടന്നത്. നെല്ലിക്കാട്ട് ദിനേശ് PD ബ്രാഞ്ചിലെ തൊഴിലാളികൾ ബല്ല പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നെല്ലിക്കാട് ദിനേശ് ബ്രാഞ്ചിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. M രാമൻ ഉദ്ഘാടനം ചെയ്തു. ബീഡി വ്യവസായം ഒരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കേരള ഗവൺമെൻറ് ബീഡിയുടെ മേലെ 14.5% നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ഈ വ്യവസായത്തിൽ പണിയെടുക്കുന്ന
തൊഴിലാളികളെ ആകെ വിഷമിപ്പിക്കുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ നികുതി വർദ്ധിപ്പിക്കാറ് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ കേന്ദ്ര ഗവൺമെൻറ് ഒരു 1000 ബീഡി ഉൽപ്പാദിപ്പിച്ചാൽ 16 രൂപ 40 പൈസ സെൻട്രൽ എക്സൈസ് ഇനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പിടിക്കുകയാണ്. പി ലീല അധ്യക്ഷത വഹിച്ചു. ഇന്ദുലേഖ, തങ്കമണി, ജാനകി, കുഞ്ഞുമാണിക്യം എന്നിവർ നേതൃത്വം നൽകി. പെൻഷൻ പരിഷ്കരണം ഉടൻ പ്രാബല്യത്തിൽ വരുത്തണം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പെൻഷൻ പരിഷ്കരണ നടപടികളിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് സമരം നടന്നത്. വിവിധ സംഘടനകളുമായി ചർച്ച നടത്തി 2014 ജൂലൈ 1 മുതൽ പെൻഷൻ പരിഷ്കരണം പ്രാബല്യത്തിൽ വരുത്തണമെന്നാണ് ആവശ്യമുന്നയിക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണാ സമരം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രശ്നം നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആരോഗ്യ രംഗത്ത് ഇന്ന് മരുന്നൊന്നും വാങ്ങാൻ കഴിയില്ല. ഒരു മരുന്ന് വാങ്ങണമെങ്കിൽ ഇന്ന് എല്ലാവരും പല രീതിയിലുള്ള രോഗത്തിന് അടിമകളാണ്. പ്രത്യേകിച്ച് ഷുഗറില്ലാത്ത ആളുകൾ ഇന്ന് വളരെ കുറയും. അതിൻ്റെ ഒരു ഇൻസുലിൻ വാങ്ങണമെങ്കിൽ അതിന് എത്രയോ പൈസയാണ്. ഒരു ഇൻസുലിൻ വാങ്ങണമെങ്കിൽ 800-900 രൂപ ഉണ്ട്. അത് ഒരാഴ്ചക്ക് തേയില്ല. ഞാനത് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഏതാണ്ട് ആളുകൾ ഉണ്ടാവും. പെൻഷൻ പി നാരായണി അധ്യക്ഷത വഹിച്ചു. വി ബാലകൃഷ്ണൻ, എം നാരായണൻ, കൃഷ്ണൻ കുട്ടമത്ത്, പി കുഞ്ഞമ്പ് പൊതുവാൾ, വി ഗോപാലനാചാരി, ബി പരമേശ്വരം, എം നാരായണൻ, NP ദിവാകരൻ എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം തുമിനാട് വീട്ടമ്മയെ ആക്രമിച്ച് അബോധാവസ്ഥയിലാക്കി സ്വർണ്ണ കമ്മലുകൾ കവർന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു സംഭവം. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മഞ്ചേശ്വരം തുമിനാട് KC കോട്ടേഴ്സിൽ താമസിക്കുന്ന സുഹറ എന്ന സ്ത്രീയുടെ 1/4 പവൻ കമ്മൽ അജ്ഞാതൻ തട്ടിയെടുത്തു. തിങ്കളാഴ്ച പകൽ 12 മണിക്കാണ് സംഭവം. സുഹറ തുണിയലക്കുകയായിരുന്ന സമയത്തായിരുന്നു ബുർക്ക ധരിച്ചെത്തിയ ഒരാൾ ദാഹമകറ്റാൻ വെള്ളം ആവശ്യപ്പെട്ടത്. സുഹറ അകത്തുപോയി വെള്ളവുമായി വന്നപ്പോൾ അജ്ഞാതൻ കടന്നുപിടിക്കുകയും കഴുത്ത് ഞെരിക്കുകയും മുഖത്ത് എന്തോ ഒരു ദ്രാവകം പുരട്ടുകയും ചെയ്തു. ഇതോടെ വീട്ടമ്മ അബോധാവസ്ഥയിലായി. 2 കാതിലുള്ള കമ്മലുകൾ ഇയാൾ ഊരിയെടുത്തു. അരമണിക്കൂർ കഴിഞ്ഞ് സുഹറയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അയൽവാസികളെ വിവരമറിയിച്ചു. അയൽവാസികൾ തെരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. 5.5 അടി പൊക്കമുള്ള ആളാണ് പ്രതിയെന്ന് സുഹറ പറഞ്ഞു. വന്നിട്ട് മുന്നേ കടനോട് നിന്നിട്ടുണ്ടായി. ഞാൻ തുണിയെടുത്തിട്ട് ആദ്യം വീട്ടൊക്കെ ഇടുമ്പോൾ നിന്നിട്ടുണ്ടായി. അതൊക്കെ ഞാൻ തുണിയെല്ലാം വീട്ടൊക്കെ ഇട്ടിട്ട് ഉള്ളിലേക്ക് വന്നു. ഉള്ളിലേക്ക് വന്നിട്ട് രണ്ടാം വരുമ്പോക്ക് ബുർക്കായിട്ടിട്ട് ഒരു ആണെ പെണ്ണല്ല തണ്ണിൻ തരും കുടിക്കുവാനിന്ന്. അപ്പോൾ ഒരു തണ്ണി നമ്മൾ കൊടുക്കലുള്ളതല്ലേ, തണ്ണിയും കൊടുത്തു. തണ്ണി എന്തായാലും കണ്ണെടുക്കുന്നില്ല, കണ്ണും കെട്ടിയിട്ടുണ്ട്. എന്നെന്താക്കി ഒരു പൊടി ഇങ്ങനെ പാറിച്ചാകുമ്പോൾ ഞാൻ വീണ. എൻ്റെ ആൾക്ക് പിടിച്ചിട്ട് ഞെക്കിയിട്ട് കാതിന് പിടിച്ചിട്ട് അമർത്തിയിട്ട് കാതിൻ്റെ തന്നെ പറ്റിയിട്ട് എടുത്തിട്ട് കൈയിനെല്ലാം അമർത്തി പിടിച്ചിട്ട് ഞാൻ 6 രൂപ കൊടുത്തു. ഇതിനും കൂടെ ആരും ഒരു ആളെന്തില്ല. ഭർത്താവ് ഇബ്രാഹിം പുറത്തുപോയിരിക്കുകയായിരുന്നു. 2 കുട്ടികൾ സ്കൂളിലുമായിരുന്നു. സംഭവം സംബന്ധിച്ച് മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് ജനമൈത്രി പോലീസും ഞാണിക്കടവ് ജയമാരുതി കലാസമിതിയും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജയമാരുതി ക്ലബ്ബ് പരിസരത്താണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ജനമൈത്രി പോലീസും ഞാണിക്കടവ് ജയമാരുതി കലാസമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ശ്രദ്ധേയമായി. ഹോസ്തുർഗ് ഇൻസ്പെക്ടർ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. പുകവലിക്കുന്നതോ മദ്യപിക്കുന്നതോ മാത്രം ഒരു ലഹരിയായി നിങ്ങൾ കണക്കാക്കരുത്. ലഹരി പല തരത്തിലേക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഇടുന്നു. ഒന്ന് നിങ്ങൾ പറഞ്ഞ പോലെ സാധാരണ പുകവലിയോ അല്ലെങ്കിൽ ഗുഡ്ക പോലത്തെ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കഞ്ചാവ് കൊണ്ടോ അങ്ങനെ ആ രീതിയിലൊന്ന് വരാം. മറ്റൊന്ന് മദ്യപാനം കൊണ്ടുവരാം. കള്ള് മുതൽ വിസ്കി വരെ ഐറ്റം കൊണ്ടുവരാം. എക്സൈസ് ഇൻസ്പെക്ടർ ബാബുരാജ്, SI വിശ്വേന്ദ്രൻ, NV ബാലൻ, വിജയൻ, NV പവിത്രൻ എന്നിവർ സംസാരിച്ചു. ബളാൽ പഞ്ചായത്തിലെ കുണ്ടുപള്ളി മലയിൽ തുടങ്ങുന്ന ക്വാറിക്കെതിരെ പ്രതിഷേധം. മല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വെള്ളരിക്കുണ്ട് താലൂക്കിലെ ബളാൽ പഞ്ചായത്തിലെ കുണ്ടുപള്ളി മലയിലെ ഖനനത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. പ്രദേശത്തിന്റെ പരിസ്ഥിതിയാകെ തകിടം മറിക്കുന്ന സ്ഥിതിയിലാണ് ക്വാറിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് സമരക്കാർ പറയുന്നു.
കോറിയുടെ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടക്കുന്നത്. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് കോറി തുടങ്ങാൻ നേതൃത്വമേകുന്നത്. ഇതിനായി 175 ഏക്കർ ഭൂമിയും കണ്ടെത്തിയിട്ടുണ്ട്. 65 ഏക്കറോളം സ്ഥലത്താണ് കോറി തുടങ്ങാൻ തീരുമാനം. കോറിയോടൊപ്പം ക്രഷറും എംസാൻ യൂണിറ്റും തുടങ്ങാൻ ആലോചനയുണ്ട്. നാടിന്റെ പരിസ്ഥിതിയെ തകർക്കുന്ന ഖനനം നടക്കാൻ അനുവദിക്കില്ലെന്ന് സംരക്ഷണ സമിതി പ്രവർത്തകർ പറയുന്നു. ബളാൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ച് അഡ്വക്കേറ്റ് അലക്സ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഊന്നൽ നൽകി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു അപകട പദ്ധതി ഇവിടെ ആരംഭം കുറിച്ചു കഴിഞ്ഞാൽ ആരംഭം കുറിച്ച് ഇത് എങ്ങനെയുണ്ട് എന്നറിഞ്ഞിട്ട് ഇതിനെ ചെറുക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം മടയത്തരം വേറൊന്നുമില്ല. തുടക്കം കുറിക്കുന്ന ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ എവിടെയാണെങ്കിലും സാവകാശം ഒരു മാഫിയ സ്വഭാവത്തിലേക്ക് രൂപപ്പെടുന്നതായിട്ടാണ് അനുഭവം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സകല മലകളിലും എവിടെയൊക്കെ പാറക്കെട്ടുകളുണ്ടോ അവയ്ക്കൊക്കെ എങ്ങനെ അത് മുറിച്ച് വിറ്റ് കാശാക്കാമെന്ന് വിചാരിക്കുന്ന കച്ചവട ശക്തികൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ തുരപ്പം പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വി മാധവൻ നായർ അധ്യക്ഷനായി. സണ്ണി പൈക്കട, സുനിൽ കണ്ടത്തിൽ, എ വി മാത്യു, പി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുവത്തൂർ മൗനി ബാബയുടെ ആശ്രമത്തിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ബാബയുടെ സമാധിക്ക് ശേഷം ആശ്രമവും സ്ഥലവും ചില വ്യക്തികൾ കൈക്കലാക്കുന്നതായി ആരോപിച്ചാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. ഇത് രണ്ടാം തവണയാണ് കണ്ണാടിപ്പാറയിലെ മൗനി ബാബയുടെ ആശ്രമത്തിന് മുന്നിൽ ജനകീയ പ്രതിഷേധം അരങ്ങേറുന്നത്. നാട്ടുകാരെ അറിഞ്ഞില്ലേ? നാട്ടുകാരെ അറിഞ്ഞില്ലേ? പ്രതിഷേധിക്കുക, 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 മുപ്പത്തിരണ്ടാം വയസ്സിൽ മൗനവ്രതം സ്വീകരിച്ച് സമാധിയാകുന്നതുവരെ 48 വർഷം ആശ്രമ ജീവിതം നയിച്ച മൗനി ബാബയുടെ സ്മരണ നിലനിർത്താൻ അദ്ദേഹത്തിൻ്റെ ആശ്രമവും സ്വത്തും അതേപോലെ നിലനിർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബാബയുടെ സ്മരണക്കായി സമാധി മണ്ഡപം ആശ്രമത്തിനകത്ത് പണിതിട്ടുണ്ട്. നേരത്തെ കൂടെയുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശി സുജിത്തിൻ്റെ നേതൃത്വത്തിലാണ് സ്മാരകം നിർമ്മിക്കാൻ തുടങ്ങിയത്. ഇതിനിടയിൽ സുജിത്ത് മരണപ്പെട്ടു. മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണ വിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ചത്. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ മൗനി ബാബയുടെ ആശ്രമത്തിലേക്ക് നടത്തിയ മാർച്ച് സമാധാനപരമായിരുന്നു. മാർച്ച് PCK നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. സി രാമകൃഷ്ണൻ, എം നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിന് എതിരായിട്ട് ആശ്രമ സംരക്ഷണ സമിതിയുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ അനുരഞ്ജന സമീപനങ്ങളോട് തീർത്തും മുഖം തിരിച്ചു നിൽക്കുന്ന ആശ്രമത്തിലെ അന്തേവാസിയായിട്ടുള്ള ശ്രീമതി സാവിത്രിയമ്മ നമ്മളോട് ഇത്തവണയെങ്കിലും മാന്യമായിട്ട് പെരുമാറി ഈ വസിയത്ത്, സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയിട്ടുള്ള ഈ വസിയത്ത് തീർത്തും റദ്ദ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് അവരോട് സംസാരിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. എവിടുന്നോ വന്ന് വളരെ പ്രായം ചെന്ന ആശ്രമത്തിലെ അന്തേവാസിയെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മാർച്ചിൽ പങ്കെടുത്തവർ ബാബയുടെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ബാബയുടെ കൂടെയുണ്ടായിരുന്ന ചിലർ വ്യാജരേഖയുണ്ടാക്കി സ്ഥലം കൈക്കലാക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കോൺഗ്രസ് വിചാർ വിഭാഗിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രമുഖരെ ആദരിച്ചു. നീലേശ്വരത്ത് ആദര സമർപ്പണ ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി മാമുനി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസന കാഴ്ചപ്പാടുകൾ, അവരുടെ പ്രയാസങ്ങൾ, അവർ അനുഭവിക്കുന്ന മറ്റ് ദുരിതങ്ങൾ, അതിൽ നിന്നൊക്കെ കരകയറാൻ ആവശ്യമായ രീതിയിലുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആശയങ്ങൾക്ക് രൂപം കൊടുക്കണം. ആശയങ്ങൾക്ക് രൂപം കൊടുക്കണമെങ്കിൽ ആരെങ്കിലും 3, 4, 5 ആൾക്കാർ ഇരുന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് ഒരു കരട് രൂപരേഖ ഉണ്ടാക്കിയിട്ട് വേണം ഈ പാർട്ടി പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാൻ.
എന്നിട്ട് അവിടുന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് പാർട്ടിയുടെ നയമായി മാറുന്നത്. കോൺഗ്രസിന്റെ വിചാർ വിഭാഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ KV രവീന്ദ്രൻ, P സുനിൽകുമാർ, രാജ്മോഹൻ നീലേശ്വരം എന്നിവരെയാണ് ആദരിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M രാധാകൃഷ്ണൻ നായർ ഉപഹാര സമർപ്പണം നടത്തി. ഡോക്ടർ V ഗംഗാധരന്റെ അധ്യക്ഷതയിൽ നന്ദകുമാർ കോറോത്ത്, രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവരും സംസാരിച്ചു. വിജയ് ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ 100ഓളം പേർ രക്തം ദാനം ചെയ്തതായി സംഘാടകർ അറിയിച്ചു. ഓൾ കേരള വിജയ് ഫാൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിലെ പ്രവർത്തകരുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. ക്യാമ്പിൽ നിരവധി പേർ രക്തദാനം ചെയ്യുകയുണ്ടായി. വിജയ് ഫാൻസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാതൃകാപരമായ ഈ പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ 10 മണി മുതൽ തുടങ്ങിയ രക്തദാന ക്യാമ്പ് 2 മണി വരെ നീണ്ടുനിന്നു. A ഹരിപ്രസാദ്, പുഷ്പരാജ്, നിഷീത്, ഹരിപ്രസാദ് N എന്നിവർ നേതൃത്വം നൽകി. ഇളയ ദളപതി വിജയ് നായകനാവുന്ന പുതിയ ചിത്രമായ പുലി പ്രദർശനത്തിനൊരുങ്ങുന്നതിന് മുന്നോടിയായാണ് ഫാൻസ് പ്രവർത്തകർ ഇത്തരമൊരു പ്രവർത്തനത്തിന് തയ്യാറായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവത്തൂർ വിജയ ബാങ്കിൽ വൻ കവർച്ച ചെയ്യപ്പെട്ടത് 4 കോടി രൂപയുടെ സ്വർണം. അന്യായമായ വിജിലൻസ് റെയ്ഡിൽ പ്രതിഷേധം. റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികളുടെ സമരം. സർക്കാർ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യം. ബീഡി തൊഴിലാളികൾ സമരം തുടങ്ങി. മിനിമം കൂലി 500 രൂപയാക്കണം. ജില്ലയിലെ തോട്ടം തൊഴിലാളി മേഖലയിൽ തൊഴിലാളികളുടെ സമരം. വികസന സമാധാന സന്ദേശങ്ങളുയർത്തി BJPയുടെ രാഷ്ട്രീയ പ്രചരണ ജാഥ പ്രയാണം തുടങ്ങി. ബളാൽ പഞ്ചായത്തിലെ കുണ്ടുപള്ളി മലയിൽ ക്വാറി തുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം. മല സംരക്ഷണ സമിതി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട്ടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കെട്ടിടോദ്ഘാടനം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.